പ്രിയപ്പെട്ട ദൂരയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ ഉള്ളിലുള്ള ഭാരങ്ങൾ ഇറക്കി വെച്ച് സന്തോഷത്തോടും സമാധാനത്തോടും യാത്ര ചെയ്യുവാൻ വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന ടോയ്ലറ്റിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേക കോംബോ ഓഫറുകൾ നിലനിൽക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സഹകരിക്കണം. ഇപ്പം വളരെ കഷ്ടമാണ് ബിസിനസ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കോംബോ ഓഫർ, ഈ ടോയ്ലറ്റിൽ ഇന്ന് 5 പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നവർക്ക് ഒരു സ്നാക്കി ഫ്രീ. പിന്നെ കപ്പിൾസിന് ഒരുമിച്ചിരിക്കാനുള്ള ക്യാബിൻ സൗകര്യം ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നതാണ്. അത് മാത്രമല്ല, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങൾ കണ്ട് ആസ്വദിച്ച് അകത്തിരുന്ന് കാര്യങ്ങൾ നടത്തുവാൻ ഞാൻ അകത്ത് ഒരുപാട് ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. വരുവിൻ, കാണുവിൻ, സാധിക്കുവിൻ, പോകുവിൻ. ഒരനക്കമില്ലെടുക്കുന്നില്ല, അതാകെ പറഞ്ഞു തോന്നുന്നില്ലേ? ഈ ചൂട് കാരണം എന്റെ ബിസിനസ് പൊളിയോന്നാണ് തോന്നുന്നത്. കാരണം ഈ ആൾക്കാർ കുടിക്കുന്ന വെള്ളം അത്രയും വേർത്ത് പോവേല്ലേ, ആർക്കും മൂത്രമൊഴിക്കാൻ മുട്ടുന്നില്ല. അതുകൊണ്ട് എന്റെ ബിസിനസ് ആകെ പൊളിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ രാവിലെ വന്ന് ഒന്നിന് പോകണമെന്ന് പറഞ്ഞ് കയറി പോവുകയും ചെയ്ത്, എന്നിട്ട് ഇതുവരെ കാണാനുമില്ല. എവിടെ പോയോ എന്തോ. അകത്തിട്ട് ആരെങ്കിലും കൊല്ലണാടാ. ഈ ബഹളം കേട്ടിട്ട് എനിക്ക് തോന്നുന്നേ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ 1, 2 മാറുമെന്നാണ് തോന്നുന്നത്. കൊണ്ട് നടക്കട്ടെ, ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ. പൈസ കാര്യമല്ലേ? പറഞ്ഞിട്ട് ഒന്നിന് പോയത് ഈ ഒന്നിന് പോവാനാണ് നീ അകത്ത് കിടന്ന് ഈ പുലിമുരുകന്റെ ട്രെയിലർ ഓട്ടത്. അത് ഒന്നിന് പോയതിന്റെ സൗണ്ട് അല്ല കേട്ടത്. പിന്നെ അതെന്തിന്റെ ബഹളം? അകത്ത് കയറി പോയപ്പോഴേ എന്റെ നിക്കറിന്റെ കെട്ട് പിണഞ്ഞു പോയി, അഴിക്കാൻ പറ്റില്ല. പിന്നെ എന്തിനു ഇത് വലിച്ചു കീറി ഇങ്ങെടുത്ത്. പിന്നെ എന്ത് ചെയ്യേ? ഇതാ ഒന്നിന് പോയതിന്റെ 500 രൂപ. രാവിലെ 500 രൂപ നോട്ടും കൊണ്ട് വരും 5 രൂപയ്ക്ക്. ഞാൻ എവിടെ നിന്ന് ബാലൻസ് തരും? ആരെങ്കിലും ഒക്കെ വന്നിട്ട് തരാം. പറ്റൂല, എനിക്ക് ബാലൻസ് വേണം. ഇങ്ങനെ പറഞ്ഞ എന്തിനാണ്? രാവിലെ നേരം വെളുത്തല്ലോ, ആരെങ്കിലും വന്നിട്ട് തരും. എനിക്ക് ബാലൻസ് കിട്ടിയേ പറ്റൂ. ഇവിടെ ആരെങ്കിലും വരട്ടെ, വന്നിട്ട് തരാന്ന്. ബാലൻസ് വേണമെന്ന്. ബാലൻസ് തരൂല, ഇപ്പൊ തരുമല്ലോ. കുപ്പി എന്തിന്? ഞാൻ ഒഴിച്ച മൂത്രം എടുത്തോണ്ടോ കൊണ്ടുപോടാ കൊപ്പി കൊണ്ട്. എന്റെ പൈസ ഒക്കെ ഞാൻ തരും. മര്യാദയ്ക്ക് പൈസ പറഞ്ഞത്. എടാ ഒന്ന് മയത്തി സംസാരിടാ. ഇതെന്തൊരു സൗണ്ട്? കുറച്ച് മയത്തിൽ സംസാരിച്ച്. ഞാൻ മയത്തിലല്ലേ സംസാരിക്കണത്? എന്റെ മയം ഇങ്ങനെ തന്നെ. നിന്റെ മയമാണോ ഇത്? ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിനാണ് നിങ്ങൾക്ക് പെണ്ണ് പോലും കിട്ടൂല. പറഞ്ഞേട്ടാ, ആര് പറഞ്ഞു പെണ്ണ് കിട്ടൂലെന്ന്? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. പക്ഷെ എന്റെ രാത്രി പൊളിഞ്ഞു പോയി. ഈ മയോല്ലേ, പിന്നെ എങ്ങനെ പൊളിയായിരിക്കും? എങ്ങനെ പൊളിഞ്ഞത്? പറഞ്ഞുതരാം. രാത്രി ഭാര്യ വന്ന് നിന്നപ്പോ ഞാൻ അവളുടെ അടുത്ത് ഒരു ഗ്ലാസ് പാല് ചോദിച്ചു. അവള് നിന്ന് കരയണ്. അതെന്തൊരു സ്വഭാവം! രാത്രിയായിട്ട് ഒരു ഗ്ലാസ് പാല് ചോദിച്ച പെണ്ണെന്തിന് കരയണത്? അത് തന്നെ. നിങ്ങൾ എങ്ങനെ ചോദിച്ചത്? ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നിട്ട് പാല് കിട്ടിയാ? ഞാൻ ചൂടായിട്ടല്ലേ ചോദിച്ചത്. അവള് ചൂട് പാല് കൊണ്ടുവന്നു. ഞാൻ എടുത്ത് വായിക്കാത്തൊഴിച്ച്. എന്നിട്ട് വായിക്കാത്തൊരു ചെറിയ നാക്കില്ലേ, അണ്ണാക്ക്, അത് കാണാനില്ല. അത് ഈ നമ്മുടെ ഒച്ചിനെ ഉപ്പിടുമ്പോ അത് ഒച്ചുരുവി പോകൂലേ, അതുപോലെ അത് ഉരുവിപ്പോയി. അടച്ചിട്ട് പറ. അത് അണ്ണാക്കല്ല, പിന്നെ ബബിൾ കോട്ടിച്ച് വെച്ചിരിക്കണത്. അല്ലെങ്കിൽ ആൾക്കാർ പരിഹസിക്കും. എവിടെ പോണണ്ട? ഞാനാ ഹണിമൂണിന് പോണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹണിമൂണാടെ. അതെന്ത്? അല്ല, ഒറ്റയ്ക്ക് പോണം. അതുകൊണ്ട് ഒറ്റയ്ക്കല്ല, പിന്നെ എന്റെ ഭാര്യ നിശ്ചയം വന്നിട്ടുണ്ട്. അവൾ എന്തൊരു സാധനം വാങ്ങിക്കാൻ പോയി. ഒരു നിക്കറും കൂടെ വാങ്ങിക്കണമായിരുന്നു. വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അല്ലേ, ഹണിമൂണിന് എവിടെ പോണേ? അടുത്ത് പറയരുത്. ഇല്ല, ഊട്ടി പോണേ. നിനക്ക് പ്രാന്താടാ. ഊട്ടി നല്ല സ്ഥലമാണ്, സൂപ്പർ സ്ഥലമാണ്. ഭാര്യ പറഞ്ഞു കാമാൻ കൂളെന്ന്. ഇങ്ങനെ പോകുമ്പോ കാമാൻ കോട്ട. അതെന്തെന്നറിയോ? ബാക്കി തരാം. ഊട്ടി പറഞ്ഞുപോയി. ഊട്ടി കിടില സ്ഥലമാണ്. നിങ്ങൾ ഊട്ടി പോണം. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഊട്ടി പോയി ഒരാഴ്ച താമസിച്ചാണ്ടല്ല, നിങ്ങളെ ബന്ധം ഊട്ടി ഉറയ്ക്കും. അതെന്താ ഊട്ടി കിടന്ന് ആടണ? ഞാൻ പോയിട്ട് ഊട്ടി ഉറക്കായി. ഇതൊരു സ്വഭാവമാണ് ഇത്. സത്യം പറയല്ല, നിങ്ങളെ മുഖം നിങ്ങൾ തിരിഞ്ഞില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെ മുഖം കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളെ ഭാര്യ ഇഷ്ടപ്പെട്ട് നിങ്ങളെ കല്യാണം കഴിച്ചതൊന്നുമല്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങളെ ഇഷ്ടം കാണുന്നു.
എന്റെ ഭാര്യക്ക് എന്റെ അടുത്ത് ഇഷ്ടമൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്കറിയാം അവൾക്ക് എന്റെ അടുത്ത് ഇഷ്ടമുണ്ടെന്ന്. എങ്ങനെ അറിയാന്ന്? എന്റെ വിരലിലൊക്കെ തൊടുമല്ലോ അവള്. വിരലിലൊക്കെ തൊടും. അതൊന്നും ഇഷ്ടമൊന്നുമല്ല. ഭാര്യ ഉമ്മയൊക്കെ തരും. നിങ്ങൾ ഭാര്യക്ക് ഉമ്മ കൊടുക്കും? ഞാൻ ഭാര്യക്ക് ഉമ്മ കൊടുക്കൂല. ഉമ്മ ഒരു ഉമ്മ കൊടുക്കും. ഒരിക്കൽ ഭാര്യക്ക് ഉമ്മ കൊടുത്ത് ദിവാരം കൊണ്ട് ഗ്യാസ് കൊടുത്ത്. ഭാര്യക്ക് ഉമ്മ കൊടുക്കണേ ദിവാരം ഗ്യാസ് കൊടുക്കണേ എന്തിനാ? അവന്റെ ഭാര്യക്ക് ഉമ്മ കൊടുത്താ പിന്നെ ദിവാരം ഗ്യാസ് കൊടുക്കും. ഇപ്പോഴല്ല, കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം ഭാര്യക്ക് ഉമ്മ കൊടുപ്പ് നിർത്തി. ഇത് നിങ്ങളെ ഭാര്യക്ക് അറിയാമോ? ഭാര്യക്ക് അറിഞ്ഞൂടാ. എന്ത്? ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ല സർപ്രൈസ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാല്ല. ഈ സ്വഭാവമൊക്കെ മാറ്റണം. ഈ പുരിയൊക്കെ വെട്ടി ചെറുതാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെ ദാമ്പത്യ ജീവിതം തകർന്നു. എന്റെ ദാമ്പത്യ ജീവിതം വിജയത്തിലാണ്. ചുമ്മാ നല്ല വിജയത്തിലാണ്. ഈ മുഖവും വെച്ച് ചുമ്മാ സത്യം പറഞ്ഞുതരാം. വൈകുന്നേരം വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴേ ഞാനും എന്റെ ഭാര്യയായിട്ടെ കിടിലൊരു സംഭവം ഉണ്ട്. എനിക്ക് വിശ്വാസം. ആരും കാണാത്തപ്പോ ഉണ്ട്. എന്തായാലും വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ പോയി കുളിക്കും. കുളിച്ചിട്ട് മുണ്ട് കൊടുത്തോണ്ട് വരും. അപ്പോഴ് ഈറം തോർത്തൊക്കെ ഞാൻ തോളിയിട്ടിരിക്കും. ഭാര്യ ബാക്കിൽ കൂടെ വരും. എന്നിട്ടൊരു കിടിലം കളിയുണ്ട്. അടിപൊളി കളിയുണ്ട്. പയ്യെ പറഞ്ഞാ മതി, ഒന്നും വിടല്ലേ. സംഭവം എന്തിനാണ്? എന്റെ ഭാര്യ ബാക്കിൽ കൂടെ വരും. എന്നിട്ട് എന്റെ കണ്ണങ്ങ് കെട്ടും. എന്നിട്ട് വലിയ പാത്രം നിറച്ച് ഒരു ചോറ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് ആ ചോറിനകത്തൊരു മുട്ട വയ്ക്കും. ആ മുട്ട ഞാൻ കണ്ടുപിടിക്കണം. അതാണ് കളി. വേറൊരു സംഭവമുണ്ട്. കിടില സംഭവമാണ്. നിങ്ങൾ ചുമ്മാ പാണയച്ചു പാന്റ് ഊരിയിട്ടുള്ള ഒരു കളി. കിടില കളിയാണ്. അത് പറ. നല്ല നല്ല കണ്ടന്റുകൾ ആദ്യം കയറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതല്ലേ ആദ്യം പറയേണ്ടത്. അത് പറ. പാന്റ് ഊരിയിട്ട് എന്റെ രണ്ട് കാലും പാന്റിന്റെ ഒരു കാലിൽ കയറ്റും. എന്നിട്ട് ഇങ്ങനെ ചാടി ചാടി പോയിട്ട് ഞാൻ ഭാര്യയെ തൊടും. അതാണ് കളി. ഇതുപോലെ വേറെ കളികളുമല്ലോ. വേറെ ഒരുപാട് കളികളുണ്ട്. സത്യം പറഞ്ഞല്ലേ, നിങ്ങൾ കല്യാണം കഴിക്കണ്ടായിരുന്നു. അതെന്ത്? ഏഷ്യൻ ഗെയിംസിൽ പോകും. അവിടെയാണ് ഇതുപോലെ വെറൈറ്റി കളികളുള്ളത്. എന്തിന്? ഏഷ്യൻ ഗെയിംസിന് പോവാ. ഏഷ്യൻ ഗെയിംസിനാ? ഊട്ടി പോവാ. ഊട്ടിയിലൊക്കെ പോവാ. ആരെങ്കിലും പറഞ്ഞ് തരുമല്ല എന്നാ? ഈ ഊട്ടി പോണോ ആക്ക് ഇത്ര നിർബന്ധം? എന്റെ ഭാര്യ നിശ്ചയിക്ക്. നിശ്ചയിക്കാ? ഭാര്യയ്ക്കാ? ഭാര്യക്ക്. ഭാര്യ നിർബന്ധിച്ച് കൊണ്ടുപോകണോണ്ട് ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച ഊട്ടിയിൽ ഒരു സംഭവം നടന്നു. എന്തോന്ന് സംഭവം? ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഊട്ടി പോയി. എന്നിട്ട് ഭർത്താവിനെ ഒരു ചാക്കിനകത്ത് കയറ്റി മലയിലെ മുകളിൽ നിന്ന് ഉരുട്ടി വിട്ടു. കിടില കളി. അപ്പൊ ആ കളി കളിക്കാനാണ് നിശ്ചയം എന്നെ കൊണ്ട് പോണത്. അതല്ല, അവളെ കാമുകനോട് ആ ഭർത്താവിനെ ഒരു ചാക്കിനകത്ത് കെട്ടി കൊന്നു കുഴിച്ചു മൂടി താഴോട്ടിട്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്റെ ഭാര്യക്ക് കാമുകയില്ല. അവള് ചാക്കം കൊണ്ട് വരേയില്ല. ആ കൊച്ചു ചാക്ക് കിട്ടി. ആ ചാക്ക് കിട്ടി. ഓ വലിയ ചാക്ക. കാര്യം തീരുമാനമായി. ആ വലിയ ചാക്ക കൊച്ചാ. ദാണ്ട് ചേട്ടന് അത്രയും വലുപ്പമുള്ള ചാക്ക്. ആ എന്തൊരു കാണിക്കണത്? ചാക്കിനകത്ത് കയറി നോക്കട്ടെ. എന്തിന്? ഇല്ലെങ്കിൽ അവൾ അകത്തിട്ട് കെട്ടുമ്പോഴേ ശ്വാസം മുട്ടി ചാവൂലേ. എന്റെ ചേട്ടൻ എന്ത് പണിയാണിത്? ഈ ചാക്ക് കൊണ്ട് തന്നെ എനിക്ക് ബാഗിൽ മടക്കി വെക്കാനുള്ളതാ. ഊട്ടി പോണ നിരക്കുന്നില്ല ചാക്ക്. അതെ, നമ്മൾ ഊട്ടിയിലോട്ടാണ് ട്രിപ്പ് പോണത്. അപ്പൊ എന്റെ കൊച്ചൻ പറഞ്ഞ് ഊട്ടി നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടുന്നു. അപ്പൊ ഈ ഒരു ചാക്ക് നിറയെ ക്യാരറ്റ് കൊച്ചന് കൊണ്ട് കൊടുക്കാം. ഒരു ചാക്ക് നിറയെ ക്യാരറ്റ് തിന്നാൻ നിന്റെ കൊച്ചാരടി മോട്ടും പോയില്ല. എപ്പോഴും ഇങ്ങനെ എന്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞോണ്ടിരിക്കും. നിന്റെ വീട്ടുകാരെ പറ്റി എന്ത് പറഞ്ഞു? നിങ്ങൾ എന്താ പറയാത്തത്? എന്ത് പറഞ്ഞു? പോ മനുഷ്യ. എന്റെ പൊന്നു ചേട്ടൻ കേൾക്കണം. എന്റെ കേശവമാവൻ മരിച്ച സമയത്ത് എന്റെ ചേട്ടൻ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. കേശവമാവൻ മരിച്ചപ്പോ എവളാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഇവളെന്ത് ചെയ്തെന്നറിയാമോ? കേശവമാവൻ മരിച്ചപ്പോ ഞാൻ പറഞ്ഞു നമ്മളെ കുടുംബ ഗ്രൂപ്പായ വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ് ഇടാൻ. ഇവളെന്ത് ചെയ്തെന്നറിയാമോ? കേശവമാവൻ വിട വാങ്ങി നിർണയന് പകരം കേശവമാവൻ വീട് വാങ്ങി നിന്നിട്ട് അത് കേട്ടോണ്ട് ഇവളെ രണ്ട് സഹോദരന്മാര് ഗൾഫിൽ നിന്ന് വന്ന് വീടിന്റെ ഷെയർ ചോദിച്ച് ഒരേ വീട് പേടിച്ച്. ആര്? ഞാൻ. നിങ്ങളെ ചൂണ്ട് ഈ എന്നെ തന്നെ ചൂണ്ടിരിക്കണോണ്ട് കത്തി എന്തിന്? അറിയാൻ.
നിന്നെ അരിഞ്ഞ് ചാക്കി കയറ്റാൻ. ആപ്പിൾ അരിയാൻ. ആപ്പിൾ അരിയാ? ആപ്പിള് മാത്രല്ല, ആപ്പിൾ മാത്രം. മാങ്ങ അരിയാം, ചക്ക അരിയാം, പൈനാപ്പിൾ അരിയാം, മുസമ്പി അരിയാം. മൊസാമ്പി. അണ്ണ, നിങ്ങളെ മരണം ഉറപ്പാണ്. ഇത്രയും എല്ലാ സാധനങ്ങളുമായിട്ട് വന്ന സ്ഥിതിക്ക് നിങ്ങളെ തട്ടാൻ തന്നെ ഞാനൊന്ന് സംസാരിച്ചു. ഹലോ ചേട്ടാ, പറഞ്ഞല്ലേ? കണിമുണ്ടാണ് അല്ലേ? ഊട്ടിയില്ലല്ലേ? ഞാനൊരു സംശയം ചോദിച്ചോട്ടാ. എന്താ? മറ്റൊന്നും തോന്നല്ലേ? ഈ പിരിയൊക്കെ ഇത്രയുള്ള ഈ മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട്? നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ദാ. നിന്നെ ഞാൻ സ്വന്തമാക്കും. അതിനെ കൊള്ളാം. നിങ്ങൾ സൂപ്പർ എണ്ണ. നീ ഒന്നാണ് എന്ത് ചെയ്യും? ഇനിയിപ്പം ഒറ്റ വഴിയേ ഉള്ളൂ. പറ. സ്നേഹം കൊണ്ടേ കീഴടക്കാൻ പറ്റൂ. നിങ്ങൾ സ്നേഹത്തിൽ എന്തെങ്കിലും പറ. ഐ ലവ് യു ഉമ്മ. അങ്ങനെയല്ല, സ്നേഹത്തോടു കൂടിയേ ഭാര്യയിൽ അടുത്തോട്ട് ചെല്ലണം. എന്നിട്ട് ചോദിക്കണം, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ആണ് വേണോ പെണ്ണ് വേണോ എന്ന് അവളോട് ചോദിക്കണം. അവള് പറയുമ്പോൾ ഉണ്ടായി കൊടുക്കാൻ ഞാൻ അവളുടെ ആർത്തയർത്തതാ. പ്രശ്നം നീയാണ്. നീ എന്നെ കൊണ്ട് ഊട്ടി പോണത് എന്റെ മുരയുടെ സ്വഭാവമായോണ്ട് തല്ലിക്കൊന്ന് ചാക്കിലാക്കി താഴോട്ട് ഉരുട്ടി വിടാനല്ലേടി? അല്ലേ? ഞാൻ പറഞ്ഞു. അമ്മ, എനിക്ക് നാളുണ്ടോ? ഉണ്ടോ? എന്റെ ഈ ചേട്ടൻ ആള് ദേഷ്യക്കാരനായിരിക്കും, മുൻചുണ്ടിക്കാരനായിരിക്കും, ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മനസ്സ് നിറയെ എന്നുള്ള സ്നേഹം എനിക്കറിയാം. ഞങ്ങൾ അത്രയും പരസ്പരം മനസ്സിലാക്കിയിട്ടാ കല്യാണം കഴിച്ചത്. ഇന്ന് എന്നെ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എത്ര സന്തോഷത്തിലായിരുന്നു അറിയോ? ആ മനുഷ്യനെയാ ഞാൻ കൊല്ലുന്നു നീ പറഞ്ഞത്. എനിക്ക് മനുഷ്യല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. എന്നാലും മറ്റൊരാളുടെ വാക്കിട്ട് നിങ്ങൾ എന്നെ ചേട്ടാ. അരികിൽ പതിയുടെ നെഞ്ചിലാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. വായി തോന്നി പറഞ്ഞോണ്ട് നിന്നോ? ഊട്ടിയിലെ ബസ് വന്ന് ബാഗ് കൊടുത്തോണ്ട് വാ. അവിടെ ബസ് പറയട്ടെ. അപ്പൊ ഈ കിടന്ന് ഈ സ്നേഹിച്ച മാത്രമല്ല, ദേഷ്യപ്പെട്ടാലും ഭാര്യമാർക്ക് ഇഷ്ടം വരുമല്ലേ? ഇതെനിക്കറിഞ്ഞൂടെയായിരുന്നു. ഹലോ ഹലോ, എന്തിനാ വിളിച്ചേ? ചോറ് കോരി വേടി, ഞാനിപ്പോ വീട്ടിലോട്ട് വരും. 9 മണിക്ക് ചോറ് നിങ്ങൾ അമ്മായിയമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. 2 മണിക്ക് 1 മണിക്ക് മുമ്പ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കൈകാലം അടിച്ചോണ്ടിരുന്ന വീട്ടിനകത്ത് പറഞ്ഞത് കേട്ടാ. സംഭവം എന്താണെന്നറിയാ? ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഒരു നല്ലൊരു കുടുംബത്തിന് അല്ലെ, കുടുംബത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നല്ലൊരു സ്കിറ്റ് ആയിരുന്നു ഞങ്ങൾ ഇറക്കിയത്. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. Thank you, അതിന്റെ thank you. ക്യാരക്ടർ പൊളിച്ചു കേട്ടോ. മാനറിസംസ് പിടിക്കുന്നതിന്റെ കഴിഞ്ഞ തവണ മറ്റൊരു പഴയ മലയാളം സംസാരിക്കുന്ന ഒരു ചേട്ടനായിട്ട് വന്നു. ഇത് വേറെ രണ്ട് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഈ കിടിലം പെർഫോമൻസിന്റെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി നോക്കാം. ഓക്കെ, ബാറ്ററി നോക്കാം. നിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചുരി ധൃതതും തനതാളത്തിൽ ഞാൻ 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. Thank you. ചേച്ചി ഓ സന്തോഷത്തോടെ മാമൻ Yes. തരട്ടെ. ഉള്ളൂ. എടാ